ഇതൊരു ഒരു ഒരു ക്ലാസ് ആയിട്ട് ഇപ്പം ഞാൻ വന്നിട്ട് ഏതാണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നു, നിങ്ങൾ കുറെ കാര്യങ്ങൾ കേൾക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു ഡിസ്കഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം. നിങ്ങൾ എത്ര പേർക്ക് ഒരു പ്രോപ്പർ ട്രേഡിംഗ് സിസ്റ്റം ഉണ്ട്? സിസ്റ്റം മീൻസ് ഒരു സ്ട്രാറ്റജി ഉണ്ട്. നിങ്ങൾ മാർക്കറ്റ് വന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു സിസ്റ്റം, ഒരു സ്ട്രാറ്റജി ഈ ഇരിക്കുന്ന എത്ര പേർക്കുണ്ട്? ജസ്റ്റ് ചാറ്റിലേക്ക് വന്നിട്ടാ മതി. ചാറ്റിലേക്ക് വന്നിട്ടേ. ഐ ബ്രോ ഹാവ് ഉണ്ട് സിസ്റ്റം ബ്രോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് സിസ്റ്റം. മാർക്കപ്പ് ഒക്കെ ചെയ്ത് ഒരു മിനിറ്റ്. സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. അതായത് ബ്രോ മാർക്കറ്റിൽ ട്രേഡ് എടുക്കുന്ന ആളല്ലേ? ഡെമോയിലാ ചെയ്യുന്നത് ഇപ്പോഴും. ആ സ്റ്റിൽ ഡെമോയിലാണ് ചെയ്യുന്നത്. പക്ഷെ ബ്രോയ്ക്ക് ബ്രോയുടേതായുള്ള ഒരു സെറ്റപ്പ് ഇല്ലേ? ഉണ്ട്, ഒരു എല്ലാ അതെ. ദിവസവും ഒരു പാറ്റേൺ ഉണ്ട്. ആ അങ്ങനത്തെ അതാ ആ പാറ്റേണിനെയാണ് ഞാൻ കുറച്ചുകൂടെ സിസ്റ്റം എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു പാറ്റേൺ, അതായത് ബ്രോയ്ക്ക് എപ്പോഴും ആ ഒരു ബ്രോയുടെ സിസ്റ്റം മാർക്കറ്റിൽ വരുമ്പോൾ മാത്രം ആണ് ബ്രോ ട്രേഡ് എടുക്കാറുള്ളോ എന്നുള്ളതാണ് ചോദ്യം. യെസ്, എനിക്കൊന്ന് പ്രതി മച്ച് എല്ലാവർക്കും തന്നെ ആ ഒരു സിസ്റ്റം ഉണ്ട്. ഇനി അടുത്ത ചോദ്യം, ആ സിസ്റ്റം എത്ര പേര് എവറിഡേ ബേസിസിൽ ഫോളോ ചെയ്യുന്നുണ്ട്? എവറിഡേ ബേസിസ് ഫോളോ ചെയ്ത് ഇരിക്കുന്ന എല്ലാവരും അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് പ്രോഫിറ്റബിൾ ആയിട്ട് എൻഡ് ചെയ്യുള്ളൂ. ഓൾമോസ്റ്റ് എവറിഡേ. കണ്ടോ, ഇതൊക്കെ ഞാൻ കുറവാണ്. ഒരു 80% സ്റ്റിക്ക് ചെയ്യും, 20% ഇമോഷൻ. അതാണ് അവിടെയാണ് കയറി പിടിക്കേണ്ടത്. 70%. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ആക്ടിവിറ്റി തരുവാണ്. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആ സിസ്റ്റം ഒന്ന് പെട്ടെന്ന് ഇരിക്കേ. നിങ്ങൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്തു, ഏത് സെറ്റപ്പ് വരുമ്പോഴാണ് നിങ്ങൾ നിങ്ങൾ ട്രേഡ് എടുക്കുന്നത്? പെട്ടെന്ന് ഇരിക്കേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ട് നിങ്ങൾ കുറെ കേട്ടിട്ടൊന്നും ഇവിടെ ആരും നന്നാകാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് എഴുതുക. നമുക്കിത് ആ ഒരു ലെവലിൽ ഒരു ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളിത് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ എഫേർട്ട് എടുത്ത് ഈ എടുക്കുന്ന ക്ലാസ്സിനൊക്കെ ഒരു റിസൾട്ട് ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങളുടെ സിസ്റ്റം പെട്ടെന്ന് എഴുതുക. എന്റെ ഇവിടുന്ന് വേറെ നോയ്സ് വല്ലതും വരുന്നുണ്ടോ? ഇല്ല ബ്രോ, ഇല്ല ഓൾ ഗുഡ് ആണ്. ഓക്കെ. സിസ്റ്റം എഴുതിയോ? നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റം, ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ A++ സിസ്റ്റം, നിങ്ങളുടെ A++ സ്ട്രാറ്റജി, വാട്ട് എവർ ഇറ്റ് ഈസ്. എല്ലാവർക്കും ഡിഫറെന്റ് സ്ട്രാറ്റജീസ് ആയിരിക്കും. നമ്മുടെ നന്ദുബ്രോ നമ്മൾക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് ഒരു സ്ട്രാറ്റജി സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ അബിബ്രോനെ പോലുള്ള ആൾക്കാർ അതിപ്പം ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു. നിങ്ങൾ ചാറ്റിലേക്ക് ഇടണമെന്നില്ല. നിങ്ങളുടെ കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ആ നോട്ട്ബുക്ക് എഴുതിയാൽ മതി. അതായത് ഇപ്പൊ 1 അവറിൽ ഓക്കെ, ഞാനിപ്പോ ചാറ്റ് വായിക്കുമായിരുന്നു. 1 അവർ ഓക്കെ, ഡെയിലി ബയസ് ഓക്കെ, 1 അവർ അനാലിസിസ് അതൊക്കെ കഴിഞ്ഞിട്ട് 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വന്നിട്ട് നിങ്ങൾ എൻട്രി എടുക്കുന്ന ഒരു സെറ്റപ്പ്, നിങ്ങളൊരു എൻട്രി പോയിന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് നോക്കുമല്ലോ, അതുവരെ എഴുതണം. അതായത് 5 മിനിറ്റിൽ ഏത് എൻട്രി പോയിന്റ് എത്തി കഴിയുമ്പോഴായിരിക്കും എൻട്രി എടുക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യം എഴുതണം. കഴിഞ്ഞോ? കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ചാറ്റിലേക്ക് ഒന്ന്
യെസ് ഡൺ എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടാൽ മതി കഴിഞ്ഞ ആൾക്കാർ. ഗോഡിൻ ബ്രോ എൻട്രി മോഡിൽ മാത്രമല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ? മതി. അതായത് 1 hour അനാലിസിസ് ചെയ്തു, ഡെയിലി അനാലിസിസ് ചെയ്തു, ഇതെല്ലാം കഴിഞ്ഞിട്ട് 5 മിനിറ്റിൽ ഏത് പോയിന്റ് വരുമ്പോൾ എൻട്രി എടുക്കുന്നു. അല്ല, നിങ്ങളുടെ എൻട്രി പോയിന്റ് ഏതാണ്? കഴിഞ്ഞ എല്ലാവരും പെട്ടി വെച്ച് എല്ലാവരും കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് നിങ്ങൾ കൃത്യമായിട്ട് ചാറ്റ് ബോക്സിൽ ഉത്തരം തരണം. നമ്മൾ മാർക്കറ്റ് വന്നതിന് ശേഷം മാർക്കറ്റ് അടുത്തത് എന്ത് മൂവ് ആയിരിക്കും നടത്താൻ പോകുന്നതെന്ന് നമ്മൾ അസ്യൂം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സിമ്പിൾ ചോദ്യം. ചാറ്റിലേക്ക് കിട്ടോ? മാർക്കറ്റ് വന്നു, അനാലിസിസ് ചെയ്തു, മാർക്കറ്റ് വന്നിരുന്നതിന് ശേഷം ഇനി മാർക്കറ്റ് ഇന്ന ഡയറക്ഷനിലായിരിക്കും പോകാൻ പോണേ. ഇന്ന എടുത്തിട്ട് ഇന്നതിലേക്ക് പോവായിരിക്കും. യെസ്, അബി യെസ് പറഞ്ഞു, പ്രജ്വൽ നോ പറഞ്ഞു. എല്ലാവരും ആൻസർ ചെയ്യോ? അതായത് മാർക്കറ്റ് അടുത്തത് ഇന്ന മൂവ് ആയിരിക്കും നടത്താൻ പോകുന്നത് നമ്മൾ അസ്യൂം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിൽ 90% ആൾക്കാരും യെസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ സ്വാലയും പ്രജ്വലും മധൂദും നദീർ മാത്രമേ ഉള്ളൂ നോ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു 90% യെസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കറക്റ്റായ ഉത്തരം നോ ആണ്. മാർക്കറ്റ് എങ്ങോട്ട് വേണം പൊക്കോട്ടെ, വി ഡോണ്ട് കെയർ. ദാറ്റ് ഷുഡ് ബി ദ ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ഷുഡ് ബി ദ മൈൻഡ് സെറ്റ്. യു ഹാവ് ടു ലോക്ക് ഇറ്റ്. മാർക്കറ്റ് ഏത് വഴിക്ക് വേണം പൊക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്റെ സിസ്റ്റത്തിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ടോ, ഞാൻ എൻട്രി എടുക്കും. ദാറ്റ് ഷുഡ് ബി ദ ആറ്റിറ്റ്യൂഡ്. കാരണം നിങ്ങൾക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുള്ള, മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന വലിയ മാർക്കറ്റ് മേക്കേഴ്സാ. നിങ്ങൾ ആരോടെ ഫൈറ്റ് ചെയ്യുന്നത്? ഇതൊന്നും മറുപടിയുള്ള കാര്യങ്ങളൊന്നുമല്ല. മാർക്കറ്റ് നിങ്ങൾ പറയുകയാണ് ഇപ്പൊ നേരെ മുകളിലേക്ക് പോകും. അപ്പോഴായിരിക്കും നമ്മുടെ ട്രംപണ്ണ അവിടെ ഇരുന്നിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നത്. എല്ലാം കൂടെ കൂപ്പൂത്തി നേരെ താഴേക്ക് വരും. ഇതൊന്നും നമ്മുടെ കൺട്രോൾ നിൽക്കുന്ന കാര്യമല്ല. നിനക്കൊരു സിസ്റ്റം ഉണ്ടോ? ആ സിസ്റ്റത്തിൽ മാർക്കറ്റ് വന്നാൽ മാത്രം എൻട്രി. ദാറ്റ് ഷുഡ് ബി ദ മൈൻഡ് സെറ്റ്. തിങ്കളാഴ്ച മുതൽ മാർക്കറ്റ് കയറുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം, അത് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി ഇതാണ്. ഇപ്പൊ ഞാൻ എഴുതിച്ചതിന്റെ കാരണം അതാണ്. നിങ്ങൾ എഴുതി വെച്ചേക്കുന്ന നിങ്ങളുടെ സിസ്റ്റം നിങ്ങൾ വായിക്കുന്നു, 10 പ്രാവശ്യം പറയുന്നു. എന്റെ സിസ്റ്റം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, എന്റെ എൻട്രി സെറ്റപ്പ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. എന്റെ എൻട്രി സെറ്റപ്പ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. എന്റെ എൻട്രി സെറ്റപ്പ് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. ഇതൊരു 10 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ മാർക്കറ്റിലേക്ക് കയറാവുള്ളൂ. അത് നിങ്ങൾ അനാലിസിസ് ചെയ്തു കാര്യങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ എൻട്രി പോയിന്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കും. നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് മാർക്കറ്റ് വരട്ടെ. അങ്ങനെ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് മാർക്കറ്റ് വന്നാൽ മാത്രം എൻട്രി, അല്ലെങ്കിൽ നോ എൻട്രി. ഞാനിത് പറയുമ്പോൾ ഞാൻ ഈ ടോപ്പിക് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മ വന്നു പ്രജ്വലിന്റെ ഫേസാ. നിങ്ങളെല്ലാവരും നമ്മുടെ മാസ്റ്റർ മൈൻഡിന്റെ യൂട്യൂബിലിട്ട വീഡിയോ കണ്ടായിരുന്നു. എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അതിൽ ഞാൻ പറഞ്ഞ ഒരു പ്രശ്നം, ഒരു പ്രജ്വലിന്റെ ഞാൻ തമാശ ഒരുപാട് അവതരിപ്പിച്ച ഒരു സംഭവം ഇതേ സംഭവമാണ്. സിസ്റ്റം ഉണ്ട്, കാര്യങ്ങളുണ്ട്, എന്നിട്ട് പോലും മാർക്കറ്റ് പോകുന്ന ഡയറക്ഷനിൽ അന്ന് ഇപ്പൊ ട്രേഡ് എടുത്താലോ ഇല്ല. എന്റെ സിസ്റ്റം ഇതാണ്, എന്റെ എൻട്രി പോയിന്റ് ഇതാണ്, അവിടെ വന്നാൽ മാത്രം എൻട്രി. ദാറ്റ് ഷുഡ് ബി ദ മൈൻഡ് സെറ്റ്. യു ഹാവ് ടു ലോക്ക് ഇറ്റ്. എന്റെ അത് വേറെ ഒരു എക്സ്ക്യൂസും ഇല്ല. ക്ലിയർ അല്ലേ? യെസ് ബ്രോ. ക്ലിയർ. ചാറ്റിലേക്ക് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഇട്ടെ. ഇനി ഇതിനകത്ത് ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇപ്പൊ ചോദിക്കാം. ഗോഡി ബ്രോ, ഒരു ഡൗട്ട്. യെസ് അബി ബ്രോ പറഞ്ഞോ. നമ്മള് ഒരു മാർക്കറ്റിൽ നമുക്ക് എല്ലാവർക്കും ഒരു നാരേറ്റീവ് സെറ്റ് ചെയ്തിരുന്നു. നാരേറ്റീവ് സെറ്റ് ചെയ്തതിനു ശേഷം ബ്രോ പറഞ്ഞ മാർക്കറ്റ് നമ്മുടെ സെറ്റപ്പിൽ വന്നാൽ മാത്രം എൻട്രി എടുത്താൽ മതി. പക്ഷെ
നമ്മുടെ മൈൻഡിൽ ഒരു പ്രോബബിലിറ്റി ഗെയിം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു ഇത്ര പെർസെന്റേജ് പ്രോബബിലിറ്റി ഇങ്ങനെ പോവാനാണ് സാധ്യത എന്നുള്ളൊരു സംഭവം. ഞാൻ അതിനാദ്യ ചോദ്യം ചോദിച്ചത്, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നോ, ഓക്കെ ഓക്കെ ഇറ്റ്സ് നോട്ട് എ ഗെയിം ഓഫ് ഓക്കെ പ്രോബബിലിറ്റി. മാർക്കറ്റ് ഏതൊരു പണിക്ക് ഓക്കെ പോട്ടാവേ, നീ എന്തിനാ മാർക്കറ്റിനെ പറയാൻ പോകുന്നേ? നമ്മൾ ഡിമാൻഡ് ഇട്ട് നിൽക്കണം. മാർക്കറ്റ് വേണം എന്റെ സെറ്റപ്പിലേക്ക് വരട്ടെ, എന്നിട്ട് ഞാൻ എടുക്കാന്നുള്ള രീതി നമ്മൾ ഡിമാൻഡ് ഇട്ട് നിൽക്കണം. സീരിയസ്ലി ഞാൻ പറയുന്നു, നിങ്ങൾ ആ സിസ്റ്റത്തിൽ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു മോശം ട്രേഡർ ആവത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഒരു അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് നിങ്ങൾ പ്രോഫിറ്റിൽ എൻഡ് ചെയ്യുള്ളൂ. അപ്പോഴും ആ സിസ്റ്റത്തിൽ നിങ്ങൾ നിൽക്കുമ്പോഴും, അത് ഞാൻ മുന്നോട്ട് പറഞ്ഞു വരുന്നുണ്ട്, ആ സിസ്റ്റത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലോസ് സംഭവിക്കും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നന്ദുബ്രോ പഠിപ്പിച്ച കോൺസെപ്റ്റിനകത്ത് 100% സക്സസ് റേഷ്യോ ഉള്ള ഒരു കോൺസെപ്റ്റും, അത് നന്ദുബ്രോ എന്നല്ല, ഈ ലോകത്ത് ഏറ്റവും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഏത് ട്രേഡർ പഠിപ്പിക്കുന്ന ഒരു കോൺസെപ്റ്റ് 100% ആക്യുറസി ഉള്ള ഒരു കോൺസെപ്റ്റും ഇല്ല. 80% ആക്യുറസി എല്ലാത്തിനും പറയുന്നുള്ളൂ. അപ്പൊ അങ്ങനെ 80% ആക്യുറസി ഉള്ള കോൺസെപ്റ്റുകളാണ് നന്ദുബ്രോ പഠിച്ചിരിക്കുന്നത്. അതിനാൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ സിസ്റ്റത്തിലേക്ക് മാർക്കറ്റ് വരട്ടെ. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയല്ലേ ആ സിസ്റ്റം ബിൽഡ് ചെയ്തെടുത്തത്, അല്ലേ? ആ സിസ്റ്റം പ്രൂവൺ അല്ലേ? ആ സിസ്റ്റം ഹൈലി പ്രൂവൺ ആണ്. അത് വിന്നിംഗ് റേഷ്യോ ഉള്ള സിസ്റ്റം തന്നെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തിട്ട് പിന്നെ മാർക്കറ്റ് പോകുമ്പോഴത്തേന് അത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ ചെന്ന് അവിടെ ചെന്ന് റീഡ് എടുക്കാം. അവിടെയാണ് നമുക്ക് എല്ലാ ഫെയിലിയർ സംഭവിക്കുന്നത്. ലോക്കറ്റ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്, മാർക്കറ്റ് കയറുന്നതിന് മുന്നേ ആക്ടിവിറ്റി ഇതാണ്: നിങ്ങളുടെ സിസ്റ്റം അത് വായിക്കുന്നു 10 പ്രാവശ്യം. എന്റെ ട്രേഡിംഗ് സിസ്റ്റം മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇന്ന് ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. 10 പ്രാവശ്യം പറയുന്നു. പിന്നെ മാർക്കറ്റ് കയറി അനലൈസ് ചെയ്തോ കാര്യങ്ങളൊക്കെ ചെയ്തോ, ഓൾ ഗുഡ് ആണ്. ക്ലിയർ ലൈവ് ബ്രോ? പ്രോബിലിറ്റി, ദിസ് ഈസ് നോട്ട് എ ഗെയിം ഓഫ് പ്രോബിലിറ്റി. അങ്ങനെയാണ് ചിന്തിച്ചു വെച്ചിരുന്നത്. അങ്ങനെയല്ല. ഇന്നലെ ഫോർ എക്സാമ്പിൾ വെള്ളിയാഴ്ച ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഒരു മാർക്കപ്പ് ചെയ്ത് വെച്ച, അതായത് 1 hour ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരും. അപ്പൊ ആ ഓർഡർ ബ്ലോക്ക് ഇപ്പൊ ലണ്ടൻ സെഷനിൽ ഞാൻ ഇരിക്കുന്നോളും തീരുമാനിച്ചായിരുന്നു, ഫ്രൈഡേ ആയതുകൊണ്ട്. ഓർഡർ ബ്ലോക്ക് എടുക്കുവാണെങ്കിൽ ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് താഴേക്ക് പോകുമ്പോൾ എൻട്രി എടുക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ സെറ്റപ്പ് ആ ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് താഴേക്ക് വരുമ്പോൾ എൻട്രി എന്നുള്ളതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. പക്ഷെ മാർക്കറ്റ് ഓർഡർ ബ്ലോക്കിനെ മൈൻഡ് ചെയ്യാതെ വീണ്ടും താഴേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ഇതിന് എനിക്കൊരു ടെൻഡൻസി വരുവാണ്. അപ്പൊ മാർക്കറ്റ് നല്ല രീതിയിൽ ബെയറിഷ് റാലിയാണ്. അപ്പൊ ഒരു സെല്ല് എടുക്കാം തന്നെ എന്റെ മനസ്സ് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം എന്റെ മൈൻഡിനോട് ചോദിക്കുവാണ്, അല്ല എന്റെ സെറ്റപ്പ് ആണോ? എന്റെ സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നോ എൻട്രി, നോ ട്രേഡ്, ഡൺ, പരിപാടി കഴിഞ്ഞു. ഞാൻ അതിന്റെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ, എന്നിട്ട് എന്നാ സംഭവിച്ചെന്ന് ഞാൻ പറയാം. ഞാൻ ന്യൂയോർക്ക് മാർക്കറ്റിൽ ഞാൻ ഇരുന്നില്ല, പക്ഷെ ന്യൂയോർക്ക് മാർക്കറ്റ് ഇത് നേരെ മുകളിലേക്ക് വന്ന് ഒരു 1:2 വരെ പോയി താഴേക്ക്, നേരെ മുകളിലേക്ക് വന്ന് ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് വീണ്ടും താഴേക്ക് വന്നു. അപ്പൊ ഞാൻ അവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ലോസിലല്ലേ അവസാനിക്കുള്ളൂ. ഫോളോ സിസ്റ്റം. നിങ്ങളുടെ സിസ്റ്റം എന്താണോ, എല്ലാവർക്കും ഇൻഡിവിജ്വൽ ആയിരിക്കും ആ സിസ്റ്റം. ആ സിസ്റ്റം അത് മാത്രം ഫോളോ ചെയ്യുക, വേറെ ഒന്നും നോക്കണ്ട. നിങ്ങൾ മാർക്കറ്റിന്റെ വഴിക്ക് പോകും. അതിനെ പിടിച്ചു കഴിഞ്ഞാൽ കിട്ടിയാൽ നിങ്ങളുടെ കൺട്രോളിലുള്ള നിങ്ങളുടെ സിസ്റ്റം മാത്രമാണ്. നിങ്ങളുടെ സിസ്റ്റം നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാത്രമാണ്. ആ സിസ്റ്റത്തിൽ ലോക്കിൻ ചെയ്ത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഫുള്ളായിട്ട് അത് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇതാണ് എന്റെ സിസ്റ്റം, ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ എന്ന് മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിച്ച ശേഷം മാത്രം മാർക്കറ്റിൽ ഇരിക്കുക. ആ സിസ്റ്റം വന്നാൽ എൻട്രി എടുക്കുക. ഡൺ. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഇത് കൂടുതൽ ഒന്നും ചെയ്യണം. നിങ്ങൾ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് ഐ എം ചാലഞ്ചിങ് യു ഗൈസ് വിൽ എൻഡ് അപ്പ് ഇൻ പ്രോഫിറ്റ്. ഇത് ഞാൻ പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ എനിക്ക് വർക്കായ സാധനമാണ് ഞാൻ പറഞ്ഞു തരുന്നത്, സ്ട്രൈറ്റ് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഈ സിസ്റ്റം ഫോളോ ചെയ്തോ, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. ഇമോഷനെ കടന്നുകൂടാനായിട്ട് അനുവദിക്കാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോ സീക്രട്ട് നമ്പർ 2, ഓൾവേസ് ഫോളോ എ ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ. ഇത് എനിക്കൊന്ന് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള, ഈവൻ നിങ്ങൾക്ക് ഈ സിസ്റ്റം നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യണേ പോലും നിങ്ങൾക്ക് ഒരു ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല. ജസ്റ്റ് ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. ഇന്ന് രാവിലെ എണീറ്റിട്ട് നദീർ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം എന്നാ? പെട്ടെന്ന് പറ.
ഇന്ന് രാവിലെ മെഡിറ്റേഷൻ എണീറ്റത്? ചെയ്തു മെഡിറ്റേഷൻ ചെയ്തു. വെരി ഗുഡ്. സെൽബ്രോ, ഇന്ന് രാവിലെ എണീറ്റിട്ട് ഏറ്റവും ആദ്യം ചെയ്ത കാര്യം? ഞാൻ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്തിട്ടാണ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. എക്സലന്റ്. ശ്രീരാം ബ്രോ, രാവിലെ എണീറ്റിട്ട് ഏറ്റവും ആദ്യം ചെയ്ത കാര്യം? സെയിം ആണ് ബ്രോ, മെഡിറ്റേഷൻ ആൻഡ് ഓൾസോ അതേണ്ട് പ്രേയർ. വെരി ഗുഡ്, വെരി ഗുഡ്. അബി ബ്രോ, ഇന്ന് രാവിലെ എണീറ്റിട്ട് ഏറ്റവും ആദ്യം ചെയ്ത കാര്യം? ഇന്ന് രാവിലെ എന്നിട്ട് ആദ്യം ചെയ്തത് നോട്ടിഫിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കി. എക്സലന്റ്. ഞാൻ എല്ലാ ദിവസവും അത് മാറ്റി എടുക്കുന്നത്. ഞാൻ ആദ്യം ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടെന്ന്, എന്തെങ്കിലും അത്യാവശ്യം എന്തോ ഉണ്ടെന്നുള്ളൊരു തോന്നലാ. ഫോണിൽ എന്തെങ്കിലും ആരെങ്കിലും വിളിച്ചോ അങ്ങനെ അപ്പൊ ആദ്യമേ ഞാൻ അതൊന്നും നോക്കുന്നു. ബ്രോ, വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനതിന് തെറ്റ് പറഞ്ഞത്. കാരണം നമ്മളെല്ലാം ഇങ്ങനെയായിരുന്നു. പക്ഷെ നമ്മൾ ആ ട്രാക്ക് മാറ്റി പിടിച്ചതിന് ശേഷമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വന്നു തുടങ്ങിയത്. ഓക്കെ. ഡെഫ് ബ്രോ, എന്താണ് രാവിലെ എണീറ്റ് ഏറ്റവും ആദ്യം ചെയ്ത കാര്യം? അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ലേ? കൈ ഉറക്കോളോ? ഓക്കെ, പറഞ്ഞോ. സെയിം തന്നെയാണ് ഇപ്പൊ. സെയിം എന്ന് പറഞ്ഞാൽ രണ്ട് നോട്ടിഫിക്കേഷൻ കാര്യം പറഞ്ഞു. ഒന്ന് നോട്ടിഫിക്കേഷൻ, ഒന്ന് മെഡിറ്റേഷൻ. ഇതിലേതാ? നോട്ടിഫിക്കേഷൻ. ഇതാണ് നമ്മുടെ പ്രശ്നം. യെസ്, മാറ്റമല്ലേ അത്? തീർച്ചയായും. പ്രജുൽ ബ്രോ, എന്താണ് രാവിലെ ഏറ്റവും ആദ്യം ചെയ്ത കാര്യം? ഞാൻ വർക്കൗട്ടാണ് ഫസ്റ്റ് ചെയ്തത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അശ്വിൻ ബ്രോ, എന്താണ് ഏറ്റവും ആദ്യം ചെയ്ത കാര്യം? വാട്സപ്പ് നോക്കി. ഏ? വാട്സപ്പ് നോക്കി. വെരി ഗുഡ്. അത് ബ്രോ? എന്റെ പറയാനാണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് വിത്ത് ഞാൻ എന്റെ ബെഡ് ഞാൻ കിടന്ന ബെഡ് ആദ്യം തന്നെ ക്ലീൻ ആക്കി മടക്കി വെച്ചിട്ടാണ് ബാക്കി എന്തെങ്കിലും പരിപാടിക്കേ ഉള്ളൂ. സ്റ്റിൽ അത് കഴിഞ്ഞ് ചെയ്തൊരു അത് കാര്യം. കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കും, പിന്നെ ബാക്ക് ടു യെസ്, യെസ്, വെരി ഗുഡ്. അത് ബ്രോ ഏറ്റവും ആദ്യം തുടങ്ങി. എനിക്കറിയാം ഏറ്റവും ആദ്യം ചെയ്യുന്നത് നിസ്കാരം എന്ന് പറഞ്ഞൊരു പറഞ്ഞുള്ള കാര്യമാണ്. അത് വെരി ഗുഡ്, ക്വൈറ്റ് അപ്രീഷിയബിൾ. അശ്വിൻ ബ്രോ? തന്നെ രാവിലെ നീച്ചു, ഒരു അദ്വിത്യപ്പം നീച്ചു, പിന്നെ നിസ്കരിച്ച് നേരെ മഴ കൊണ്ടാകാൻ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്കൊന്ന് ബാക്കി ക്യാമറ ഓൺ ആക്കാതിരിക്കുന്ന ആൾക്കാർ എത്രത്തോളം ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത് എനിക്ക് ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാൻ അവരോട് ചോദിക്കുന്നില്ല. സോ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണ് നമ്മളൊരു സക്സസ്ഫുൾ ട്രേഡർ ആക്കി മാറ്റുന്നത്. ഇപ്പം നിങ്ങൾ ഈ സിസ്റ്റം ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആ രീതി നിങ്ങൾ ലോക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. മൈൻഡ് സെറ്റ് ആ രീതി ലോക്കിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും പോസിബിൾ അല്ല. എസ്പെഷ്യലി ഈ മെഡിറ്റേഷൻ എന്നൊരു ഹാബിറ്റ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഈ 50% ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈലും 50% നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ലും. ഈ 50% ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈലിൽ തന്നെ വരുന്ന കാര്യമാണ് നിങ്ങളുടെ ട്രേഡിംഗ് സിസ്റ്റത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിന്ന് പോകുക എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞ ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ ഇല്ലെങ്കിൽ ഇത് പറ്റില്ല. നിങ്ങൾക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം അന്നത്തെ ദിവസം മാർക്കറ്റ് വന്നില്ല, നിങ്ങൾ നിരാശരായിട്ട് നിങ്ങൾ ചിലപ്പോൾ എണീറ്റ് പോകും. പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും നിങ്ങളുടെ സിസ്റ്റത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അടുത്തൊരു സെഷന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പേഷ്യൻസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, ആ ക്വാളിറ്റി നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ കാര്യം ഇല്ലാതെ ഒരു കാരണവശാലും അത് പോസിബിൾ അല്ല, ഒരു കാരണവശാലും. സോ ഡു മെഡിറ്റേഷൻ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്. അതിനകത്ത് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്ന ട്രേഡ് പ്രോഫിറ്റ് ആവുന്നത് മാനിഫെസ്റ്റ് ചെയ്യാം. വാട്ട് എവർ നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള അംബിഷൻസ് എന്തൊക്കെയാണോ അത് മാനിഫെസ്റ്റ് ചെയ്യാം. അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ഒരു 10 മിനിറ്റ് വെറുതെ ഇരുന്ന് നിങ്ങളിലേക്ക് തന്നെ നോക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ കനോട്ട് ഗ്യാരണ്ടി ദാറ്റ് യു വിൽ ഗെയിൻ സക്സസ് ഇൻ ട്രേഡിംഗ്. കാരണം ഇറ്റ്സ് എ ഗെയിം ഓഫ് പേഷ്യൻസ്. പേഷ്യൻസ് ഇല്ലാതെ ആർക്കും ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും നിങ്ങളുടെ സിസ്റ്റം മാർക്കറ്റ് വരുമോ? ഇല്ല, വരില്ല. നിങ്ങളുടെ സിസ്റ്റം വരും മാത്രം നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് പ്രോഫിറ്റബിൾ ആയിട്ട് നിങ്ങൾക്ക് എൻഡപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സിസ്റ്റം വരുന്നവരെ പേഷ്യൻസോട് കൂടി വെയിറ്റ് ചെയ്യണോ? ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ വേണം. ഇവിടെ ആർക്കും മങ്ക് മോഡ് റൊട്ടീൻസ് ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്? ഓക്കെ, കുറച്ച് ആൾക്കാരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ട്. എന്റെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നന്ദുറാണ് എനിക്ക് മങ്ക് മോഡ് റൊട്ടീൻസ് സജസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഞാനത് ഫോളോ ചെയ്ത് ഒരു 90 ദിവസത്തോളം അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തതിനു ശേഷമാണ് എനിക്കൊരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിലേക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു തരത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചത് ഈ മങ്ക് മോഡ് റൊട്ടീൻസ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള റൊട്ടീൻസ് ഫോളോ ചെയ്യാതെ
ഇവിടെ സക്സസ് ഒന്നും ആർക്കും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. നിങ്ങളെന്നെ വിചാരിച്ച എൽ ക്ലബിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ട് സക്സസ്ഫുൾ ട്രേഡർ ആവുന്നോ? നെവർ. അന്തൂറ് പറയുന്നുണ്ടോ എൽ ക്ലബ് വന്നു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ട്രേഡർ ആവുന്നു? നമ്മളിവിടെ ക്ലെയിം ചെയ്യുന്നില്ലല്ലോ. വി നെവർ ക്ലെയിം ദാറ്റ് യു ഗൈസ് വിൽ ബി എ സക്സസ്ഫുൾ ട്രേഡർ ആഫ്റ്റർ ജോയിനിങ് ഇൻ എലൈറ്റ് ക്ലബ്. നോ, നെവർ. അങ്ങനെ ഒരു സംഭവം ഇല്ല. നിങ്ങളുടെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. 50% അവിടെ നിങ്ങൾ ലോക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 50% സക്സസ് നമ്മൾ തരാം. എങ്ങനെ? കമ്മ്യൂണിറ്റി ഉണ്ട്, മെന്റർ ഉണ്ട്, ടെക്നിക്കലി നിങ്ങളെ ബ്രില്യൻ്റ് ആക്കാനുള്ള ക്ലാസ്സസ് ഉണ്ട്. ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ബാക്കി 50% നിങ്ങളുടെ കയ്യിൽ അപ്പോഴും ഇരിക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇപ്പൊ എലൈറ്റ് ക്ലബിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് സക്സസ്ഫുൾ ട്രേഡർ ആവുന്നു. നെവർ. അങ്ങനെ ഒരു ഉറപ്പ് ആർക്കും കൊടുക്കുന്നുമില്ല. അങ്ങനെ ഒരു മനക്കോട്ട കെട്ടിയിട്ടൊന്നും ആരും എലൈറ്റ് ക്ലബിലേക്ക് വരികയും വേണ്ട, വന്നിട്ട് കാര്യമില്ല. അതാണ് എന്റെ റിയാലിറ്റി. സോ ഇപ്പം പറഞ്ഞ പോയിന്റ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ചാറ്റിലേക്ക് ക്ലിയർ എന്നൊരു ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി വണ്ടർഫുൾ. ഓക്കെ, ഓക്കെ. സോ സീക്രട്ട് നമ്പർ 3 കൂടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. സോ സീക്രട്ട് നമ്പർ 3, ഹാൻഡിൽ യുവർ ലോസസ് ഈവൻ ആഫ്റ്റർ യു ഫോളോഡ് സിസ്റ്റം ആസ് എ പ്രോ ട്രേഡർ. ഹാൻഡിൽ യുവർ ലോസസ് ഈവൻ ആഫ്റ്റർ യു ഫോളോഡ് ദ സിസ്റ്റം ആസ് എ പ്രോ ട്രേഡർ. ഓക്കെ, ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തു, നിങ്ങൾ നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞൊരു പോയിന്റ്, 80% ആക്യുറസിയെ ഏതൊരു സ്ട്രാറ്റജിക്കും ഉള്ളൂ. അവിടെ നിങ്ങൾക്ക് ലോസസ് സംഭവിക്കും. അപ്പൊ അങ്ങനെ ലോസസ് സംഭവിക്കുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് സിസ്റ്റത്തിലൂടെ പോയി നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈല്, മെഡിറ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്ത് മാർക്കറ്റിൽ വളരെ പേഷ്യൻസോട് കൂടി ഇരിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ലോസ് സംഭവിക്കുന്നു. എന്ത് ചെയ്യും? യെസ്, പറയൂ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോ ബ്രോ. ബ്രോ, ഇപ്പം നമ്മുടെ പ്ലാന് ഫുള്ള് നമ്മൾ ഫോളോ ചെയ്ത്, നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്ത്, ആൻഡ് ഓൾസോ അപ്പോഴും നമുക്കൊരു ലോസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിഗ്രറ്റ് ഉണ്ടാവത്തില്ല ആക്ച്വലി. ബിക്കോസ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് അങ്ങനെ വന്നത്. ഇപ്പൊ ഫോളോ ഒന്നും ചെയ്യാണ്ട് വെറുതെ ഒരു ട്രേഡ് എടുത്ത് ലോസ് ആകുവാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഭയങ്കര റിഗ്രറ്റും കാര്യങ്ങളായിരിക്കും. പിന്നെ നമുക്കൊരു തോട്ടായിരിക്കും, പക്ഷെ എടുക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. സിസ്റ്റം ഫോളോ ചെയ്തിട്ടും ഒരു ലോസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ തോട്ട്സും കാര്യങ്ങളൊന്നും വരത്തില്ല. കാരണം നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു. പിന്നെ ബ്രോ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നമ്മളല്ല കൺട്രോൾ ചെയ്യുന്നത്, എന്തും സംഭവിക്കാം. അബ്സല്യൂട്ട്ലി ബ്രോ, അബ്സല്യൂട്ട്ലി. നവീർ ബ്രോ, എന്താണ് ഇൻസൈറ്റ് ഷെയർ ചെയ്യാനുള്ളത്? എന്നോടാണോ ബ്രോ? യെസ് ബ്രോ. ഓക്കെ, ഞാൻ ആക്ച്വലി കേട്ട നവനീത് ബ്രോ എന്നാണ്. സോ എനിവേ ബ്രോ ഫസ്റ്റ് പറഞ്ഞല്ലോ ഈ ഒരു ഗെയിം ഓഫ് പ്രോബബിലിറ്റി അല്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അവസാന കേസിൽ നമ്മൾ ഈ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് നമുക്കൊരു ലോസ് വരാന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അഫ്കോഴ്സ് ഇറ്റ്സ് ഒരു ഗെയിം ഓഫ് പ്രോബബിലിറ്റി ആണ്. അപ്പൊ ആ പ്രോബബിലിറ്റിയിൽ ഒരു 20% ഒരു എന്താ പറയുക, മീൻസ് ഒരു 100 ട്രേഡ് എടുക്കുകയാണ്. ആ 100 ട്രേഡിൽ നമ്മളെ വിൻ റേറ്റ് ഇപ്പൊ 80% ആണെന്നുണ്ടെങ്കിൽ ആ ബാക്കിയുള്ള ആ ഒരു 20% ഒന്നേ പോയിട്ടുള്ളൂ. സ്റ്റിൽ 80 നമുക്ക് വരാനുണ്ട്. അപ്പോൾ വെയിറ്റ് ഫോർ ദാറ്റ് 80 ആൻഡ് ബി വെയിറ്റ് ഫോർ ടുമാറോ. ജസ്റ്റ് കീപ് ദ പ്രോസസ്. Absolutely bro, absolutely. So simple ആണ്. Go through a feedback loop. What went right, what went wrong, what needed to be corrected. ഡൺ, പരിപാടി കഴിഞ്ഞു. ഒരു ട്രേഡ് ലോസ് ആയോ, നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് നമുക്ക് ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റിവെഞ്ച് ട്രേഡ് എന്നുള്ള ഒരു പരിപാടിയില്ല. നിങ്ങൾ എത്ര പേര് റിവെഞ്ച് ട്രേഡ് എടുത്തിട്ടുണ്ട്? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാ, അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാ. റിവെഞ്ച് ട്രേഡ് പ്രട്ടി മച്ച് കുറെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. ഓക്കെ, ആമിഷ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അശ്വിൻ എടുത്തിട്ടുണ്ട്. ഓക്കെ. ഞാൻ തുടക്കം മുതൽ റിവെഞ്ച് ട്രേഡ് ഇതുവരെ എടുത്തിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തുടക്കത്തിലെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു എങ്ങനെ ഏത് രീതി ഫോളോ ചെയ്യണം എന്നുള്ളതിനകത്ത് കൃത്യമായിട്ടൊരു റോഡ് മാപ്പ് നന്ദൂർ തന്നിരുന്നു. ഈ ട്രാക്ക് വിട്ട് ഒരു കാരണവശാലും പോകരുതെന്ന് കൃത്യമായിട്ട് മാൻ ചെയ്തിരുന്നു. അപ്പം
ഞാൻ തുടക്കം മുതലേ ഫ്രം വാട്ട് ഈസ് ട്രേഡിങ് ഏറ്റവും സ്ക്രാച്ച് തുടങ്ങി പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എന്റെ മെന്റർ എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്ക് എനിക്ക് ചെയ്യാനായിട്ട് എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഐ മീൻ ഞാൻ അങ്ങനെ ഒരു രീതിയിൽ മൈൻഡ് സെറ്റ് ഞാൻ ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. എന്താണ് നന്ദുബ്രോ പറയുന്നത് അത് ഫോളോ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പോഴും പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് 90% ആൾക്കാർക്കും പണം നഷ്ടപ്പെടുന്ന മേഖലയാണ് ട്രേഡിങ്. എന്റെ നിന്ന് പണം ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഞാൻ തന്നെ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം ഞാൻ കൃത്യമായിട്ട് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ ഒരു ട്രേഡിംഗ് സിസ്റ്റവും ഫോളോ ചെയ്ത് ഡിസിപ്ലിൻഡ് ആയിട്ട് പോയി എന്നതാണ് എനിക്ക് കിട്ടിയ ഉത്തരം. ഇത് സിക്സ്ത് സെൻസ് ഒന്നും വേണ്ട. വലിയ എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനോ ഒരുപാട് ടെക്നിക്കലി ബ്രില്യന്റ് ആയിരിക്കണമെന്ന് നിർബന്ധം ഞാൻ പറയുന്നില്ല. നമുക്ക് ബേസിക് ആയിട്ട് എന്താണോ പഠിപ്പിച്ചു തന്നിരിക്കുന്ന കോൺസെപ്റ്റുകൾ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കുക, നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കുക, ആ സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. സിസ്റ്റം ഫോളോ ചെയ്തിട്ടും നമുക്കൊരു ലോസ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഫീഡ്ബാക്ക് ഗ്രൂപ്പിലൂടെ പോവുക. വാട്ട് വെൻ റൈറ്റ്, വാട്ട് വെൻ റോങ്, വാട്ട് നീഡ് ടു ബി കറക്റ്റഡ്, ലാപ്പ് ക്ലോസ് ചെയ്യുക, അടുത്ത പരിപാടിക്ക് പോവുക. നമ്മൾ ജസ്റ്റ് ഒരു കാര്യം അഡോട്ട് ചെയ്തോട്ടെ. യെസ് ബ്രോ പറഞ്ഞോ. ഞാൻ ആക്ച്വലി നമ്മുടെ പരിപാടിക്ക് വരുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു പ്രോഫിറ്റ് എടുത്തില്ലായിരുന്നു നമ്മൾ അവിടെ വിഡ്രോവല്. അപ്പൊ ആ നേരത്തെ ആക്ച്വലി ഞാൻ ആ ഒരു ഫസ്റ്റ് വീക്കിൽ ഞാൻ നല്ല ലോസിലായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് ഒരു $150 ഞാൻ ലോസിലായിരുന്നു. നമ്മൾ സിസ്റ്റം ഫോളോ ചെയ്ത് എങ്കിൽ പോലും ഞാൻ ലോസിലായിരുന്നു. പക്ഷേ സെക്കൻഡ് വീക്കിൽ ഇതേ നമ്മൾ എൻട്രീസ് വന്ന് സാധാരണ 1:1 റിസ്ക് വെക്കാലും ഞാൻ ഓൾമോസ്റ്റ് ഒരു 2 ട്രേഡ് കൊണ്ട് തന്നെ ബാക്ക് ടു ക്യാപിറ്റലുമായി. മീൻസ് 3 ട്രേഡ് ലോസ് ആയിട്ടാണ് എനിക്ക് 50 ലോസ് വന്നത്. സോറി 150 ലോസ് വന്നത്. പക്ഷെ ഒരു നല്ല വീക്ക് വന്ന് നമ്മളെ എൻട്രീസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വരികയും ചെയ്ത് 2 എൻട്രി എടുത്ത് ആ ഒരു വീക്ക് ക്ലോസ് ചെയ്ത് പേ ഔട്ട് എടുക്കുകയും ചെയ്തു. മീൻസ് ആ ഒരു ആ ഒരു സൈക്കിൾ മിനിമം മാക്സിമം കീപ്പ് ചെയ്യാൻ നോക്കുക ഈ ഒരു സെയിം സെറ്റപ്പ് വെച്ചിട്ട്. പറഞ്ഞതിനകത്ത് തന്നെ നിങ്ങളുടെ റിസ്ക് റിവാർഡ് എത്രത്തോളം ആണ് വെക്കുന്നത് എന്നുള്ളതിനകത്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം കൃത്യമായിട്ട്. 1:2 ആണെങ്കിൽ 1:2, എത്ര ലോട്ട് സൈസ്, ഇതെല്ലാം കൃത്യമായിട്ട് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ഞാൻ എൻട്രി സെറ്റപ്പ് മാത്രമല്ല ലോട്ട് സൈസ് അതുപോലെ റിസ്ക് റിവാർഡ് ഇത് എത്രയാണെന്നും കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. കാരണം ഇപ്പൊ നദീർ പറഞ്ഞ പോലെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ, അറ്റ് ദി എൻഡ് ഓഫ് ദ മന്ത് നിങ്ങൾ പ്രോഫിറ്റിൽ എൻഡ് ചെയ്യുള്ളൂ. കാരണം നിങ്ങളുടെ റിസ്ക് റിവാർഡ് ഉൾപ്പെടെ നിങ്ങളുടെ ലോട്ട് സൈസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടാണ് ഫോളോ ചെയ്തെങ്കിൽ ഈവൻ ദോ 1, 2, 3 ട്രേഡ് ലോസ് ആയിക്കോട്ടെ അടുത്ത 2 ട്രേഡിൽ നിങ്ങൾ ബാക്ക് ടു ക്യാപിറ്റലിലേക്ക് വരും. അതാണ് ആ സിസ്റ്റത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, സിസ്റ്റം ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞ് അതാണ് ഇതിനകത്തെ ഹാക്ക്. വേറൊന്നുമില്ല ഇതിനകത്ത്, ഒരു സിക്സ് സെൻസും ഇല്ല. നിങ്ങൾക്ക് ഒരുപാട് ടെക്നിക്കൽ ബ്രില്യൻസ് ഒന്നും വേണമെന്ന് ഞാൻ പറയുന്നില്ല. സ്റ്റിൽ നിങ്ങളെ ഒരു 3-4 കോൺസെപ്റ്റ് ഉണ്ട്. അതിനകത്ത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്ന ഒരു സാധനം എടുക്കുന്നു, അത് നിങ്ങളുടെ A++ സെറ്റപ്പ് ആയിട്ട് വെക്കുന്നു, ആ സിസ്റ്റം ഫോളോ ചെയ്യുന്നു. ആ സിസ്റ്റത്തിൽ ലോസ് സംഭവിക്കും. ലോസ് സംഭവിക്കുമ്പോൾ കൃത്യമായിട്ട് ഫീഡ്ബാക്ക് ലൂപ്പിലൂടെ പോകുന്നു. അടുത്ത ജസ്റ്റ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഡേ. ദാറ്റ്സ് ഓൾ യു ക്യാൻ ഡു. അതല്ലാതെ അയ്യോ ലോസ് അടിച്ചല്ലോ ഇനിയിപ്പം ഇല്ല മാർക്കറ്റ് ഈ വഴിക്കാൻ പോകുന്ന ഞാൻ ആ വഴിക്ക് പോയിട്ട് റിവെഞ്ച് ട്രേഡ് എടുക്കാം. നോ, നെവർ ഡു ദാറ്റ്. അത് നമ്മുടെ സിസ്റ്റത്തിലുള്ള കാര്യമല്ല. സിമ്പിളാണ് ഇതിന് ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്ത് നോക്കി, ഭയങ്കര സിമ്പിളായിട്ട് ചുമ്മാ അപ്രോച്ച് ചെയ്ത് നോക്കി. ഈസി പരിപാടിയാ ഇത്. നമ്മൾ വിചാരിക്കുന്നത് ഭയങ്കര വലിയ ഹെവി ഇമോഷണൽ ആയിട്ടുള്ള ഗെയിമാണ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ ആ സിസ്റ്റം ലോക്കിൻ ചെയ്യുക, അത് ഫോളോ ചെയ്യുക. ദാറ്റ്സ് ഓൾ യു ഹാവ് ടു ഡു. നിങ്ങളുടെ സിസ്റ്റം 10 പ്രാവശ്യം വായിക്കുക, ആ 10 പ്രാവശ്യം നിങ്ങളുടെ മൈൻഡ് സെറ്റിനോട് തന്നെ പറഞ്ഞ് ലോക്ക് ചെയ്യുക. എന്റെ സിസ്റ്റം മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാത്രം ഞാൻ ഇന്ന് ട്രേഡ് എടുക്കൂ. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു 3 സീക്രട്ട് ആണ് അൺലോക്ക് ചെയ്തത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇത് റിയൽ മാർക്കറ്റിൽ ഉറപ്പായിട്ടും ഇംപ്ലിമെന്റ് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എനി ഡൗട്ട്സ്? കാരണം ഇതിനകത്ത് ഡൗട്ട്സ് വരാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ആയിട്ട് വെക്കണം. കാരണം ഞാൻ പറഞ്ഞതിനകത്ത് ഒരു സിക്സ് സെൻസും ഇല്ല. വളരെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഷിയാസിക്ക? ഫസ്റ്റ് എലൈറ്റില് നമ്മൾ ഫസ്റ്റ് വന്ന ഒരു ടൈപ്പ് ഗെയിം എല്ലാവരും ഫുൾ അപ്ഡേറ്റഡ് ആയി ഗ്രൂപ്പിലും എല്ലാത്തിലും. നമ്മൾ അന്ന് അങ്ങനെ ഉണ്ടല്ലോ, ഒരു രാവിലെ എണീച്ചാൽ തന്നെ ഗ്രൂപ്പ് ഓൺ ആക്കുമ്പോൾ തന്നെ ഫുൾ ഓൺ ആയിരിക്കും ഗ്രൂപ്പ്.
ഉറപ്പായിട്ടും എല്ലാവരും ഇനിയിപ്പം വന്നിട്ട് ഇൻസൈറ്റും എല്ലാരും ഒരു കാര്യമൊക്കെ ഷെയർ ഹോളിഡേ ചെയ്തിട്ട്. മൂഡായിരുന്നു. ഇനിയിപ്പം ബാക്ക് ടു ട്രാക്കിലേക്ക് നമ്മുടെ എംബിഎസ് ക്ലബിന് വേണ്ടി അടുത്ത നെക്സ്റ്റ് ലെവൽ പരിപാടികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു അടുത്ത മീറ്റപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ വേറൊരു വലിയ പരിപാടി അനൗൺസ് ചെയ്യാനുണ്ട്. അത് നമ്മുടെ അടുത്ത എംബിഎസ് ക്ലബ് മീറ്റിംഗിൽ അത് പറയുന്നതായിരിക്കും. വെയിറ്റിംഗ് ആണ്. യെസ് എലക്ട് മെമ്പേഴ്സ് എംബിഎസ് ക്ലബിലേക്ക് വരാനായിട്ട് നന്നായിട്ട് പണിയെടുക്കൂ. അവിടെ ഇതിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള വലിയ വലിയ പ്രൊജക്റ്റും പരിപാടികളൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പൊ അതിന് മുന്നേ നമുക്ക് ഇപ്പം പറഞ്ഞ 3 കാര്യങ്ങൾ ക്ലിയർ ആണേ. കാരണം ഇത് മാർക്കിൽ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഞാൻ ഇത്രയും എഫേർട്ട് എടുത്ത് ഇതിനകത്ത് പറഞ്ഞു സംസാരിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്ത എഫേർട്ടിന് ഒരു പ്രയോജനം ഇല്ലാണ്ടായി പോകും. സോ സിമ്പിൾ ആണ് ഗൈസ്. ട്രേഡിങ്ങിന് ചുമ്മാ സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്തേ. സിമ്പിൾ ആണ് ഈ പരിപാടി. ജസ്റ്റ് സിസ്റ്റം ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. ഇമോഷണലി നിങ്ങൾ പ്രജ്വല ഇപ്പൊ ഈ സിസ്റ്റം ഫോളോ ചെയ്യുക, അത് ലോക്ക് ചെയ്യുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. ആ സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തിട്ടില്ല, അത് ചുമ്മാ ബിൽഡ് ചെയ്തെടുത്തല്ലോ. പറഞ്ഞോ ബ്രോ. ഇപ്പോ കമ്പാരേറ്റീവ്ലി ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. ഇമോഷൻ ഉണ്ട്, ബട്ട് അതുകൊണ്ടാണ് ഇപ്പൊ പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്നത്. അബ്സല്യൂട്ട്ലി ബ്രോ. ഇപ്പൊ 1-2 പേ ഔട്ട് ഒക്കെ എടുത്തു. എനിക്ക് തോന്നുന്നു പ്രജ്വലിന് ഏറ്റവും റിലേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക് തന്നെ ആയിരിക്കും ഇത്. കാരണം സൈക്കോളജിക്കലി ഇമോഷണലി ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ വീക്കാണ് എന്നുള്ളത് പ്രൂവ് ചെയ്ത ആളാണ് പ്രജ്വല്. പക്ഷെ നമ്മളെല്ലാവരും സൈക്കോളജിക്കലി വീക്കാണ്. പക്ഷെ നമുക്ക് ഈ സിസ്റ്റം കൊണ്ട് മാത്രമേ അതിനെ മറികടക്കാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതിനകത്ത് സക്സസ് ആകാൻ പറ്റിയില്ല. ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾക്ക് സക്സസ് ആകാൻ പറ്റിയില്ല. ജസ്റ്റ് സിംപ്ലി ഫോളോ ദ സിസ്റ്റം ഗൈസ്. നിങ്ങൾ സിസ്റ്റം ഫോളോ ചെയ്യുമ്പം സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രൂവൺ ആണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുള്ള സിസ്റ്റം ആയിരിക്കണം നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. അത് നമുക്ക് എല്ലാവർക്കും നന്ദപ്രോ ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് കോൺഫിഡൻസ് വന്നതിന് ശേഷമാണ് നിങ്ങൾ ആ സിസ്റ്റം ബിൽഡ് ചെയ്തത്. അപ്പൊ ആ ബിൽഡ് ചെയ്ത സിസ്റ്റത്തെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. ആ സിസ്റ്റം മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ നമുക്ക് വേണമെന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതൽ സിംപ്ലിഫൈ ചെയ്ത് പറയാൻ എനിക്ക് അറിയത്തില്ല. മിഗ്ദാദ് എത്തിയല്ലോ. മിഗ്ദാദ് എത്തി. മിഗ്ദാദിന്റെ ക്യാമറ ഓൺ ആക്കിയിട്ട് ഇന്ന് ക്ലാസ് എൻഡപ്പ് ചെയ്യുന്നുള്ളൂ. ബ്രോ ഞാന് പുറത്താണ്. അതിന്റെ ഇടയിലൊന്ന് എന്താ കുഴപ്പമില്ല, ആരെ പുറത്താണെന്ന് കുഴപ്പമില്ല. ക്യാമറ ഓൺ ആക്കിയിട്ട് പോയാൽ മതി. ബ്രോ ഞാനും പുറത്താണ് ബ്രോ. അതാര്? ശ്രീകാന്ത് ബ്രോ. ഇരുട്ടത്താണ്. മിഗ്ദാദിന്റെ ക്യാമറ ഓണാതിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക്. ഞാന് ഒരു 5 മിനിറ്റിൽ എത്തും. ഓക്കെ. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആഷ്മിലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ അല്ലേ? സെറിൽ ബ്രോ ക്ലിയർ അല്ലേ? രാവിലെ വെളുപ്പിന് 5 മണിക്ക് എണീറ്റിരുന്ന് ക്ലാസ് കേട്ടതിന്റെ ഒരു ഗുണം കിട്ടിയോ? ക്ലിയർ ആണ്, എല്ലാം ഓക്കെ. പക്കല്ലേ? അപ്പം ഈ സിസ്റ്റം ഇതേ രീതിയിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യല്ലേ മൺഡേ മുതലേ? അതെയാ? ഓസം. അപ്പൊ ബ്രോ ക്ലിയർ അല്ലേ? പക്ക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇപ്പൊ ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് ഒന്ന് റാപ്പ് ചെയ്യാം, സെഷൻ റാപ്പ് ചെയ്യാം. ഇത് ഇംപ്ലിമെന്റ് ചെയ്യണേ, ഇംപ്ലിമെന്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. പക്കല്ലേ? ജെഫിൻ ബ്രോ ഉഷാറല്ലേ? ഓക്കെ ബ്രോ. ഓസം. അപ്പൊ എന്തായാലും ഇനിയിപ്പം വേറെ എന്തെങ്കിലും കൺസേൺസോ ഡൗട്ട്സോ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ റാപ്പ് ചെയ്യാം. ബ്രോ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. യെസ് ബ്രോ, പറഞ്ഞോ ബ്രോ. ആക്ച്വലി നമ്മളെ സിറിൽ ബ്രോക്ക് ഒരു 2 ആഴ്ച മുന്നേ ക്ലാസ് എടുത്തേനു. സിറിൽ ബ്രോ ഓർമ്മല്ലേ? ബട്ട് ഞാനിപ്പോ ഭയങ്കര പ്രൗഡായിട്ട് ആ ഒരു ക്ലാസ്സിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ മാർക്കറ്റിലായി കഴിഞ്ഞാൽ ആൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. മീൻസ് ഇന്ന് കണ്ടപ്പോൾ തന്നെ ആ ഒരു മാറ്റം ഫീൽ ചെയ്ത് എനിക്ക്. മാർക്കറ്റിലായാലും ചാർട്ടിലായാലും പക്കായി ആള്. ജസ്റ്റ് ഒരു ഹാറ്റ്സ് ഓഫ്. അത് എന്താ പറയുക, പെട്ടെന്ന് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ആളത് പ്രോപ്പറായിട്ട് ചെയ്ത് എനിവേ ഒരു വെരി ഗുഡ്. യെസ്. അപ്പം എന്നാ പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റാപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ അടുത്ത സെഷനുമായിട്ട് കണ്ടുമുട്ടുന്നവരെ
എല്ലാവർക്കും ബൈ. ബൈ ബൈ. ബൈ ബൈ. ഗൈസ് ഒരു മിനിറ്റ് പെട്ടെന്ന് എല്ലാരും പറഞ്ഞോ. ഈ ക്ലാസിന്റെ ഫീഡ്ബാക്ക് നമ്മളെ മെയിൻ ചാറ്റിൽ ഇടണം കേട്ടോ. ഇപ്പൊ തന്നെ yes, yes. ശ്രമിക്കുക. യെസ് മസ്റ്റ് ആയിട്ട് ഇടണേ. ഓക്കെ 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 ഗൈസ്. അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുക. മൺഡേ തൊട്ട് മാർക്കറ്റിൽ ഉഷാറായിട്ട് വരിക. ഓക്കെ, സീ യു. ടേക്ക് കെയർ. Okay. Ta-da. Thank you. Bye-bye. Bye.